ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ മനസ്സിൽ മറച്ചു പിടിച്ചിരിക്കുന്ന നിങ്ങളോട് മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസൊനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫോഴ്സ്ഫുള്ളി ആരും റെസൊനേറ്റ് ചെയ്യാതിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ ഫസ്റ്റ് കാർഡ് നമുക്ക് ദ മൂൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വളരെയധികം കുഴപ്പം പിടിച്ച അല്ലെങ്കിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പുറത്ത് ചിലപ്പോൾ വളരെ ഹാപ്പി ആയിട്ടും നല്ല ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ആയിരിക്കും അവർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ പോയിക്കൊണ്ടിരുന്ന അതേ രീതിയിൽ പോകുന്ന പോലെ ഹാപ്പി ആയി പോസിറ്റീവ് എനർജി ആ ഒരു രീതിയിലൊക്കെ പുറത്ത് കാണിക്കുന്നുണ്ടായാലും അകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു പേടിയും അതുപോലെ തന്നെ സംശയം, സുരക്ഷിതത്വമില്ലായ്മ, ഇൻസെക്യൂരിറ്റി ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവർ ഒരു ഒളിപ്പിച്ച് പിടിച്ചിരിക്കുകയാണ്. അപ്പം സത്യം മുഴുവനായിട്ട് അവർ പുറത്ത് കാണിക്കുന്നില്ല. അവരുടേതായ കുറെ പ്രശ്നങ്ങളും പ്രോബ്ലംസും അങ്ങനെ എന്തൊക്കെയോ ഇവർക്ക് ഒളിച്ചു വെക്കാനുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മെയിനായിട്ടും സത്യം മുഴുവനായിട്ട് അവർ പുറത്ത് പറയുന്നില്ല അല്ലെങ്കിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. സെക്കൻഡ് കാർഡും അത് തന്നെയാണ്. 7 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവര് പല കാര്യങ്ങള് വളരെ ഉദ്ദേശപൂർവ്വം തന്നെ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വേദനിപ്പിക്കുമോ ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഇമേജിന് എന്തെങ്കിലും ഒരു തടസ്സം തകർന്നു പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ളൊരു പേടി കാരണമാണ് അവർ ആ ഒരു സത്യങ്ങളൊക്കെ മുഴുവനായി നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാതിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ആ ഒരു കാര്യമാണ് മെയിനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ നൽകുന്ന ആ ഒരു സ്നേഹവും ആ ഒരു കെയറിങ്ങും ഒക്കെ അവര് അവഗണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം പലപ്പോഴും. പക്ഷെ അകത്ത് അവര് ഇമോഷണലി ഒരു സ്റ്റക്കായ അവസ്ഥയിലാണ്, അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ആ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനോ നല്ല രീതിയിലൊരു ബിഹേവിയർ പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനോ ഒന്നും കഴിയാത്തത് കൊണ്ടാണ് അവര് നിങ്ങളെ അവഗണിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇമോഷണലി സ്റ്റക്കായി നിൽക്കുകയാണ് അവര്. ആ ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് കൊണ്ടുതരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ആഴമുള്ള അല്ലെങ്കിൽ ഡീപ്ലി ഉള്ള ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്, പക്ഷെ അത് കൺട്രോൾ ചെയ്ത് അവർ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫീലിങ്സ് പുറത്ത് കാണിച്ചാൽ അതൊരു അവരുടെ ഒരു ഈ വീഴ്ചയായി പോകുമോ, അല്ലെങ്കിൽ ഒരു ഒന്നിനും കൊള്ളരുതാത്തവനാണ് അല്ലെങ്കിൽ ഒരു താഴ്ന്ന മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ ഒരു താഴ്ന്ന തരത്തിൽ നിങ്ങൾ അവരെ കാണുമോ എന്നുള്ള അവരുടെ ആ ഒരു ഡിഗ്നിറ്റി കുറഞ്ഞു പോകുമോ എന്ന് അവർ കരുതുന്നു. അപ്പൊ സ്ട്രോങ് ആയിട്ട് അവരെ കാണാനും അല്ലെങ്കിൽ ഇതൊരു സ്ട്രോങ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അവരെ കുറിച്ച്. അതാണ് അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരു വീക്കായിട്ടുള്ള വളരെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ഫീലിങ്സ് നിങ്ങളോട് ഒഴുക്കി തരുന്ന ആ തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിട്ട് അവരെ കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം പിന്നെ അവരുടെ ഒരു മാനസികമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 8 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മാനസികമായിട്ട് അവർ ഒരു തടവിൽപ്പെട്ട അവസ്ഥയാണ് എന്നുള്ളതാണ്. അതായത് അവർ തന്നെ അവർ തടവിലാക്കിയിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു സമയത്തായിരിക്കും ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്തായിരിക്കാം അവരിങ്ങനെ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷനിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇവരായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വാതുറന്ന് പറയുകയോ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ഉള്ളായിരിക്കും. പക്ഷെ അവരൊന്നും ചെയ്യാതെ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ എന്ന രീതിയിൽ അവർ തന്നെ ഒരു തടങ്കിലാക്കപ്പെട്ട രീതിയിൽ അവരങ്ങ് നിൽക്കുന്നു. അപ്പൊ സാഹചര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവർക്ക് പേടിയാണ് വരുന്നത്. അവരെ തടഞ്ഞു നിർത്തുന്നത് അതാണ്. അവരുടെ ഒരു പേടി തന്നെയാണ് അവരെ എപ്പോഴും എല്ലാ കാര്യങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവര് തന്നെ അവരെ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ വരുന്ന 10 ഓഫ് വാൻസിന്റെ കാർഡ്. അത് അവർ വളരെ മാനസികമായിട്ട് തളർന്നിരിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഭാരങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, കുറ്റബോധമുണ്ട്, എല്ലാം കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷമാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ഓൾറെഡി അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല ഈ റിലേഷൻഷിപ്പിൽ കുറേയേറെ
കുറേയേറെ ഭാരങ്ങൾ ഇവർക്ക് ചുമക്കേണ്ടതായിട്ട് വന്നതായിട്ട് ഇവർ വിചാരിക്കുന്നു. അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഫൈറ്റുകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുള്ളവരോട് എന്തെങ്കിലും തരത്തിൽ അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ അവർക്കൊരു കുറ്റബോധവും ഉണ്ട്. അപ്പൊ എല്ലാം ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ അവര് സംസാരിക്കാൻ പോലും പറ്റാത്തതുപോലെ ക്ഷീണിതരായി മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് തന്നെയാണ് റിലേഷൻഷിപ്പിലെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ക്യാരി ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അവർ ഫെഡപ്പായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന പോലത്തെയാണ്, നമുക്ക് വളരെയധികം ക്ഷീണിതനായതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങളെ അവർ ഒരു ശരിക്കും പറഞ്ഞാൽ കാണുന്നത് ഒരു വിശ്വാസയോഗ്യയായ അല്ലെങ്കിൽ വിശ്വാസയോഗ്യനായ നല്ല രീതിയിൽ കെയറിങ് നൽകുന്ന ഒരാളായിട്ട് തന്നെയാണ്. ഇത് അവർക്ക് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ പ്രശ്നം. അതാണ് അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്നത്. പക്ഷെ നിങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റ് എപ്പോഴും മനസ്സിലുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ റെസ്പെക്റ്റ് ഉണ്ട്, ഒരു നല്ല ഫെയ്ത്ത് ഉണ്ട് നിങ്ങളുടെ അടുത്ത്, അതുപോലെ തന്നെ നല്ലൊരു കെയറിങ് ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് സമ്മതിക്കാനായിട്ട് ചിലപ്പോൾ അവരുടെ ഈഗോ ആയിരിക്കാം സമ്മതിക്കാത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അവർക്ക് ഇപ്പോഴും നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിൻ്റെതായ ഫീലിങ്സുകളും കാര്യങ്ങളും ചിന്തകളും ഒക്കെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴും അവർക്കുണ്ട്. അപ്പം മെസ്സേജ് അയക്കണം, നിങ്ങൾക്ക് നല്ല മെസ്സേജുകളൊക്കെ അയക്കണം, മനസ്സ് തുറന്ന് സംസാരിക്കണം എന്ന ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ഒരു ആദ്യ പടിയായിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർ പേടിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ള പേടികൾ പല രീതിയിൽ നിന്ന് വരാം. പല കാര്യങ്ങളിൽ ചിലപ്പോൾ സിറ്റുവേഷനെ ആയിരിക്കും അവർ പേടിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഈഗോ ഹേർട്ട് ചെയ്ത് ഒന്ന് താഴ്ന്നു വരേണ്ട വരുമോ, ആ ഒരു കാര്യമായിരിക്കാം പേടിക്കുന്നത്. അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഫാമിലിയുള്ള ആളുകളെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുള്ള ആളുകളായിരിക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഇവരിങ്ങനെ പേടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അവർക്ക് ഉള്ളിൽ ഒറ്റപ്പെട്ടതിന്റെ ഒരു വേദനയുണ്ട്. അതാണ് നമുക്ക് ഈ 5 ഓഫ് പെന്റക്കിൾസ് നിന്ന് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. നിങ്ങളെ ഇനി നഷ്ടപ്പെടുത്തിയോ, അല്ലെ ഞാനാണോ എൻ്റെ പേഴ്സണെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനൊരു കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി എന്നുള്ള ഒരു കുറ്റബോധവും ഒരു പേടിയും ഒക്കെ അവരെ വളരെ അലട്ടുന്നുണ്ട്. ആ ഒരു ആൻസൈറ്റി ടെൻഷനൊക്കെ അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വേദനയും ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുമ്പോഴും ഇവര് ഈ വേദന ഒന്നും പുറത്ത് കാണിക്കില്ല എന്നതുള്ളതാണ് ഇവിടെ ഏറ്റവും ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് 2 ഓഫ് സോർട്സ് വരുമ്പോഴത്തേക്കും ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഹൃദയവും ബുദ്ധിയും തമ്മിലുള്ള, അതായത് ബുദ്ധിയോടുകൂടി ഇവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും, പക്ഷെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെയധികം ഉണ്ട്. അപ്പൊ ഹൃദയവും ബുദ്ധിയും തമ്മിലുള്ള ഒരു കടുത്ത സംഘർഷം തന്നെയാണ് ഇവരുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്നേഹിക്കണമോ അതോ വിട്ടുകളയണമോ എന്ന ഒരു തീരുമാനത്തിലെത്താനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. അവര് മനഃപൂർവ്വം ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുകയാണ്. നമ്മളിപ്പോ പറഞ്ഞു 8 ഓഫ് സോഴ്സിന്റെ എനർജിയിൽ നമ്മൾ പറഞ്ഞു, അവര് തന്നെ നിർമ്മിച്ച ഒരു കൂട്ടിനുള്ളിൽ കയറി കണ്ണും കെട്ടി കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവർക്കൊരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ടൊരു ആക്ഷൻ എടുക്കാനോ ഒന്നും അവർക്ക് വയ്യ. അതാണ് ശരിക്കും പറഞ്ഞത്. അത് ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. പിന്നെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ വേഗത്തിൽ പെട്ടെന്ന് ഒന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിന് മനസ്സിലാകുന്നത്. പക്ഷെ ഒരിക്കലും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു അല്ലെങ്കിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി പുറകോട്ട് മാറില്ല. അപ്പൊ പെട്ടെന്നൊന്നും ചെയ്യില്ല, പതുക്കെ ഒരു ഉറപ്പോടുകൂടി അവർ മുന്നോട്ട് വരും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡെത്ത് കാർഡാണ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഇതൊരു അവസാന മഴ, ആഴത്തിലുള്ള ഒരു മാറ്റത്തിനെയാണ് ഈ ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു ഡെത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എൻഡ് ആകുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ് വീണ്ടും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം അവര് ആ പഴയ ചിന്താഗതികള്, അവരുടെ പേടികള്, തെറ്റായ തീരുമാനങ്ങള്, കുറ്റബോധം ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് അതെല്ലാം എൻഡ് ആയതിനു ശേഷം നിങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് ആ ഒരു കാര്യങ്ങൾ വിട്ടുകളയുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിരിക്കുന്നത്. അതിനുശേഷം അവിടെ ഒരു റീബർത്ത് എന്തായാലും ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സുകൾ ഇപ്പോഴും ലൈവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അവർ നിങ്ങളെ മറന്നിട്ടില്ല. പക്ഷെ കുറേയേറെ പേടികളോ കുറ്റബോധം മാനസികമായിട്ടുണ്ട് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വന്നിട്ട് ട്രോമാസ് ഒക്കെ കാരണം അവർ വളരെ ക്ഷീണിതനായിട്ട് കാണുന്നു. ഈ കാരണങ്ങളൊക്കെ ഇവർ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന്. പുറത്ത് അവർ നല്ല ഔട്ട്ഫിറ്റും നല്ല പോസിറ്റീവ് എനർജിയിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെയുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. സംസാരിക്കാനായിട്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഒന്ന് ഇറങ്ങി വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഡിഗ്നിറ്റി കുറഞ്ഞു പോകുമോ എന്നുള്ള രീതിയിൽ അവരൊന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ മാറ്റം വരും എന്നുള്ളതാണ് നമുക്ക് ഈ ലാസ്റ്റ് ഡെത്ത് കാർഡിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന് കുറച്ച് സമയം ആവശ്യമാണ് എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സെയിം കാർഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ടാരോട്ട് ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ അവർ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, ഒരു കുറേ നാളായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് മോശം മാരേജ്, അങ്ങനെ എന്ത് രീതിയിലാണ് മിണ്ടുന്നേ ഇല്ല. എങ്ങനെയാണെങ്കിലും അമിതമായി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുന്നത് നിർത്തുക എന്നാണ് നമുക്കിവിടെ ടാരോട്ട് ഗൈഡൻസിന് ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രമിക്കുന്നതിന്റെ അളവിൽ അവർ പിന്നെയും പുറകോട്ട് പോകാവുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ചൊന്ന് പിൻവാങ്ങുമ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങി, അവർ മുന്നോട്ട് കയറി വരികയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ. എന്ത് കാര്യത്തിന് വേണമെങ്കിലും നിങ്ങൾ തോറ്റു കൊടുക്കാനോ ക്ഷമിക്കാനോ അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞിട്ട് പോയാലും പുറകെ ചെന്ന് കാല് പിടിച്ച് തിരിച്ചു കൊണ്ടുവരാനോ ഒക്കെ അത്രയധികം നിങ്ങൾ താന്നു കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അല്ലെങ്കിൽ അവരോട് ഒത്തിരി ഫീലിങ്സ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. അപ്പൊ ആ ഒരു ഫീലിങ്സുകളൊക്കെ നിയന്ത്രിക്കുക എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ്. എന്ന് വെച്ചാൽ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവരോടുള്ള ഫീലിങ്സുകളെല്ലാം നിർത്തി, അവരോടുള്ള സ്നേഹവും നിറച്ച് എല്ലാം അടച്ചു വെച്ച് പോരുക, സ്റ്റോപ്പ് ചെയ്ത് പോരുക എന്നുള്ളതല്ല. വേദന ഉള്ളിൽ ഉണ്ട് നിങ്ങൾക്ക്, അത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വേദനയെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ സെപ്പറേഷൻ, ഇതിനൊക്കെ തുടർന്നൊക്കെ നമുക്ക് വേദനകളും വിഷമങ്ങളും ഉണ്ട്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു എന്താണോ നിങ്ങൾക്ക് വിട്ടുകളയാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഹീലാകേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വിട്ടുകളയാനായിട്ട് പറ്റാത്ത കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങളെ നിങ്ങൾ നല്ല രീതിയിൽ ഓർക്കുക. അത് ഓർത്തിട്ട് നിങ്ങൾ നന്നായിട്ട് കരയുക, അത് അവിടെ ഉപേക്ഷിക്കുക. ഇല്ലെങ്കിൽ ഇനി കരയാനായിട്ടൊക്കെ ചില വ്യക്തികൾക്ക് കരയാനോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ആളാണ്. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് എഴുതുക, നിങ്ങളുടെ വിഷമങ്ങൾ എഴുതിയതിനു ശേഷം അത് കീറിക്കളയുകയോ കത്തിച്ച് കളയുകയോ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോകും എന്നുള്ളതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് സംസാരിക്കുക ഇതിനെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ ആ ഒരു വിഷമവും കാര്യങ്ങളെല്ലാം പോകും എന്നുള്ളതാണ്. അപ്പൊ കൂടുതലും നിങ്ങളുടെ ഫീലിങ്സുകൾ പുറത്തു വിടുന്നത് ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് ഹീലിംഗ് ആണ് ഇവിടെ ശരിക്കും ആവശ്യം. അപ്പോൾ ആ ഒരു ഹീലിംഗിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയമേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ല. പക്ഷെ ഇടയ്ക്ക് ഒരു സിമ്പിളായിട്ടും കറക്റ്റായിട്ടും ഉള്ള ഒരു കോണ്ടാക്ട് മതി എന്നുള്ളതാണ്. ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാത്ത ഒരു ആശയവിനിമയം, ആ ഒരു രീതിയിൽ വേണം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ പിന്നെ അവർക്കിപ്പോൾ അവരിപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു, നിങ്ങൾക്കൊരു വിലയും തരുന്നില്ല, ആ ഒരു അവസ്ഥയാണെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പോരാട്ടം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഈ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെരുമാറാനോ നിൽക്കാനോ റിലേഷൻഷിപ്പിൽ നിൽക്കാനോ ഒന്നും പറ്റാത്തതിന്റെ കാരണം ഒരിക്കലും നിങ്ങളല്ല, അവർ തന്നെയാണ്. അവരെ ഹീൽ ചെയ്താൽ മാത്രമേ അത് മാറുകയുള്ളൂ. അല്ലാതെ ഞാൻ കുറ്റക്കാരിയാണോ അല്ലെ കുറ്റക്കാരനാണോ, ഞാൻ ഇനി മതിയാകാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ സംസാരം ശരിയാകാത്തതുകൊണ്ടാണോ, ഞാനാണോ ഈ റിലേഷൻഷിപ്പിൽ ഓക്കെ അല്ലാത്തത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല, അതൊക്കെ അവരുടെ പ്രശ്നം മാത്രമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ആരോഗ്യം, അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസം, ഇതിലേക്കൊക്കെ ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരിക. ശക്തമായിട്ട് നിങ്ങൾ മാറുമ്പോൾ ആ ഒരു എനർജി തന്നെ നിങ്ങളെ മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ശാന്തമായ രീതിയിൽ നിങ്ങളുടെ ഒരു ബൗണ്ടറീസ് ഒക്കെ നിങ്ങൾ കീപ്പ് ചെയ്യണം. ഒരു ഘട്ടം എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളൊരു ഘട്ടത്തിലേക്ക് എത്തി, നിങ്ങൾക്കൊരു നല്ല ക്ലാരിറ്റി വരും. ആ ഒരു സമയത്ത് ശാന്തമായ രീതിയിൽ നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ പറയുക. ആ ഒരു പേഴ്സണോട് കറക്റ്റായിട്ട് പറയുക, ഞാൻ ഈ ഒരു സ്പേസിലാണ് നിൽക്കുന്നത് എന്നൊരു ക്ലാരിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്പേസിലാണ് നിൽക്കേണ്ടത് എന്നൊരു ക്ലാരിറ്റി, ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അത് പറഞ്ഞ് ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാം നിങ്ങളുടെ ഒരു കൺട്രോളിൽ അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. അവരുടെ ഹീലിങ്ങുകൾ, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ
മാത്രം ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് അവരുടെ മാത്രം ഒരു ലൈഫ് ജേർണിയാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ മതി, അവരുടേത് അവർ നോക്കട്ടെ. അപ്പൊ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ശരിയായിട്ട് ചെയ്യുന്നതെങ്കിൽ എല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ട് തന്നെ വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന ഇത്തരം കാര്യങ്ങളാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്പർ 13, ഓക്കെ, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഐസ്, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഒക്കെ കണ്ണുകൾ കാണാനായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുള്ള കണ്ണുകളായിരിക്കാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസ് ആയിരിക്കാം. ഓക്കെ, ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. തിരുവനന്തപുരം ജില്ല എന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് തിരുവനന്തപുരം ജില്ലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അതുപോലെ ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെറ്റ് ലവർ, ഓക്കെ, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. അതുപോലെ തന്നെ നമുക്ക് ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 1 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ല, ഓക്കെ, നേച്ചർ, പ്രകൃതിയെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 51 നമുക്ക് കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഒത്തിരി വൈറ്റ് ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടാകാം, തുടരെ കാണുന്നുണ്ടാകാം. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെയിൻബോ സൈൻസ് ഒക്കെ കാണുന്നുണ്ടാവാം, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ റെയിൻബോ സൈൻസ് ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകാം. കുക്കിംഗ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 26 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇടുക്കി ജില്ലയുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബന്ധമുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. 1992 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 48, നമ്പർ 47, ഐസ്ക്രീം ലവർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.